ഡിസംബർ 15 വൈകിട്ട് 4 മണിക്കാണ് നവകേരള സദസ്സിലെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച രണ്ട് പേര്, അതായത് അജയ് ജുവൽ കുര്യാക്കോസ്, ഒപ്പം തന്നെ AD തോമസ് എന്നിവരെ മർദ്ദിച്ചത്. ഈ അനിൽകുമാറാണ് ആദ്യം മർദ്ദിക്കുന്നത്. പിന്നാലെ വന്ന സുരക്ഷാ സേനയിലെ അംഗമായിട്ടുള്ള സന്ദീപ് മർദ്ദിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പിന്നീട് മറ്റു പോലീസുകാർ ഉൾപ്പെടെ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഇത് FIR രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഈ വിധത്തിലാണ്. പ്രതികളുടെ പരാതിക്കാരുടെ പരാതിയും ആ വിധത്തിലാണ്. അനഘ, ഇപ്പോൾ പോലീസിൽ നിന്ന് ഔദ്യോഗികമായി, ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഔദ്യോഗികമായി വിവരം ലഭിക്കുന്നുണ്ടോ? ഈ റിപ്പോർട്ട് മാത്രമാണോ പുറത്തു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പോലീസിൽ നിന്നൊരു വിശദീകരണം ലഭിക്കുന്നുണ്ടോ ക്രൈംബ്രാഞ്ചിൽ നിന്ന്? നിലവിൽ ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ ഒരു പ്രതിഷേധമാണ്. ഇനി മുന്നോട്ട് ശക്തമായ നിയമ നടപടികളുമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. മാത്രമല്ല, അന്ന് മുതൽ തന്നെ അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിമൃഗീയമായി ഈ ഗൺമാൻമാർ മർദ്ദിച്ചത് എന്നാണ്. മാത്രമല്ല, ഈ കേസ് അവസാനിപ്പിക്കുന്നു എന്ന ഈ തീരുമാനത്തോട് ഒരു രീതിയിലും യോജിച്ചു പോവാൻ കഴിയില്ലെന്ന് കൂടി യൂത്ത് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണം ഗൺമാൻമാരുടെ ഈ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ കേസ് ഈ രീതിയിൽ അട്ടിമറിക്കപ്പെടാൻ കാരണമായത് എന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഈ കണ്ണൂരിൽ ഇത്തരത്തിൽ ഗൺമാൻമാർ നടത്തിയ ഈ തല്ലിച്ചതക്കലിനെ മുഖ്യമന്ത്രി അടക്കം വിശേഷിപ്പിച്ചത് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നൊക്കെ തന്നെയാണ്. അതും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമയത്ത് എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മുന്നോട്ട് ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഓക്കെ, അനഘാർഷനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ സംരക്ഷിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. കേസ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ക്രൈംബ്രാഞ്ച് കോടതിയിൽ റഫറൻസ് റിപ്പോർട്ട് നൽകി. വാഹനത്തിനടുത്തേക്ക് പാഞ്ഞെത്തുന്നവരെ തടയുക മാത്രമാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്ന വിചിത്രവാദവും റഫറൻസ് റിപ്പോർട്ടിൽ ഉണ്ട്. അനഘാർഷനാണ് വിവരങ്ങൾ നൽകിയത്.